ചേർത്തല മർച്ചൻസ് അസോസിയേഷൻ്റെ വാർഷിക സമ്മേളനം നടന്നു. ചേർത്തല VTIM ഹാളിലാണ് വാർഷിക സമ്മേളനം നടന്നത്. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തലയിലെ വ്യാപാരികളുടെ സംഘടനയായ മർച്ചൻസ് അസോസിയേഷൻ്റെ 51ാം വാർഷിക സമ്മേളനം ചേർത്തല VTIM ഹാളിൽ നടന്നു. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നീണ്ട പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം ചേർത്തല മർച്ചൻസ് അസോസിയേഷനുണ്ട്. കേരളത്തിൽ വ്യാപാരി വ്യവസായി സംഘടനകൾ രൂപം കൊള്ളുന്നതിന് മുമ്പേ മർച്ചൻസ് അസോസിയേഷൻ എന്നുള്ള തലത്തിൽ തന്നെ പേരിൽ തന്നെ ചേർത്തലയിൽ സംഘടന രൂപം കൊണ്ടു എന്നുള്ളത് കൊണ്ടാണ് അതേ പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഞാൻ ഈ റിപ്പോർട്ടിലൂടെല്ലാം നോക്കി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുന്നവർക്ക് 3000 രൂപ സ്കോളർഷിപ്പ് നൽകുന്ന പരിപാടിയുണ്ട്. അസോസിയേഷൻ്റെ അംഗങ്ങൾക്ക് വായ്പ കൊടുക്കുന്ന തുകയാണെന്ന് വേണ്ടി 1,29,00,000 രൂപയോളം അതിൻ്റെ ഭാഗമായി ഒരു വർഷത്തിൽ തന്നെ പരസ്പര സഹായ നിധിയിൽ വായ്പ കൊടുത്തുവെന്ന് ആ റിപ്പോർട്ടിൽ കാണുകയുണ്ടായി. ഒരു വലിയ ഇടപെടൽ മർച്ചൻസ് അസോസിയേഷൻ നടത്തുന്നു എന്നുള്ളത് ഈ കാര്യത്തിനകത്ത് ഈ 2 കാര്യങ്ങളിലൂടെ അംഗങ്ങൾക്ക് ഇത്തരമേൽ വായ്പ ഒരു വർഷക്കാലത്തിനുള്ളിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അതെല്ലാം ചെയ്യുന്ന ജനൌഷധി സ്റ്റോർ നടത്തുന്ന ചേർത്തല മർച്ചൻസ് അസോസിയേഷനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അസോസിയേഷൻ പ്രസിഡന്റ് KV സാബുലാൽ അധ്യക്ഷനായി. നഗരസഭാ അധ്യക്ഷ ഷെർലി ഭാർഗവൻ ചികിത്സാ സഹായവും, വൈസ് ചെയർമാൻ TS അജയകുമാർ സ്കോളർഷിപ്പുകളും, കൗൺസിലർ P ഉണ്ണികൃഷ്ണൻ വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശ്രീവത്സല പണിക്കർ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. കൗൺസിലർ മിത്ര വിദ്യാഭായി ആശംസ നേർന്നു. ജനറൽ സെക്രട്ടറി CB പഞ്ഞിക്കാരൻ കണക്കും റിപ്പോർട്ടും, ട്രഷറർ ജേക്കബ് ചെറിയാൻ ബഡ്ജറ്റും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് B ഫാസി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കൃഷ്ണദാസ് കർത്ത നന്ദിയും പറഞ്ഞു.